നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം നേർന്നിടട്ടെ. നമ്മുടെ കോണി മറന്നില്ലല്ലോ, നിങ്ങൾ വാഗ്ദാനത്തിൽ വഞ്ചിതരായില്ലല്ലോ. ഇടതിന്റെ ചതിയിൽ കുടുങ്ങില്ലല്ലോ, നിങ്ങൾക്കായിരമായിരം അഭിവാദ്യങ്ങൾ. പരമാവധി കഴിവിനനുസരിച്ച് സഹായിച്ച് സഹകരിച്ച എന്റെ പ്രിയപ്പെട്ട നേതാവിനെ ഈ ശാഖാ കമ്മിറ്റികൾക്ക് വേണ്ടി വാക്കുകൊണ്ടും ഹൃദയം കൊണ്ടും ആശംസിച്ചുകൊണ്ട് ഈ ആദരം സ്വീകരിച്ചതിന് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും മേലിലും ദീർഘായുസോടുകൂടി നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് റബ്ബ് അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത മൈനസ്കാരത്തിന് ശേഷമാണ് പൊതുയോഗം തുടങ്ങുന്നത്. ആലിക്കോയി വട്ടം സാഹിബും അൻസാരി തില്ലങ്കേരി സാഹിബ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. മൈനസ്കാരം കഴിഞ്ഞാൽ പൊതുയോഗം തുടങ്ങുന്നതായിരിക്കും. ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുകളുടെയും പാണക്കാട് ഹൈദരലി ശിഹാബുകളുടെയും പ്രസ്ഥാനമായ ഈ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാകമാക്കകരായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനല്ലാതെ അത് പറയാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഈ രാജ്യത്തിലെ ന്യൂനപക്ഷ വർഗീയതക്കും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ താലോട്ടിയിട്ടുള്ളവരാണ് CPM എന്ന് പറയുമ്പോ നിങ്ങൾ പുതിയ പാണ്ഡവത്തിലേക്ക് BJPയുടെ പുതിയ പാണ്ഡവത്തിലേക്ക് നടക്കുമ്പോ അതൊരു പുതിയ കാര്യമല്ല. ബഹുമാനിയായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഇവിടുത്തെ BJP CPM പാണ്ഡവം എന്ന് പറയുന്നത് കേവലം MV ജയരാജൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവിടെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ CPMന്റെ നേതാക്കന്മാർ പ്രതികരിക്കുന്നതിനേക്കാൾ വളരെ നന്നായി അതിലെ പ്രകാശം മുഴുവനും നെഞ്ചേറ്റി സ്വീകരിച്ചുകൊണ്ട് MV ജയരാജനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന പ്രകാശം മുഴുവനും നെഞ്ചേറ്റി സ്വീകരിച്ചുകൊണ്ട് അവിടെ ജയരാജന് വേണ്ടി CPMന് വേണ്ടി കേരള ഹൈക്കോടതിക്കെതിരെ ആദ്യത്തെ പ്രസ്താവന നടത്തിയത് MV മുരളിയായിരുന്നു എന്ന് പറയുമ്പോൾ V മുരളീധരനായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ മുരളീധരനായിരുന്നുവെങ്കിൽ കേവലം ഇത് ഇന്നിന്റെ മാത്രം പ്രതിഭാസമല്ല, വർത്തമാനകാല രാഷ്ട്രീയത്തിന്റെ മാത്രം പ്രതിഭാസമല്ല, കേവലം കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായി 1977 ഈ രാജ്യത്തിലെ കോൺഗ്രസിനെ തറപറ്റിക്കുന്നതിന് വേണ്ടി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അവിടെ അറബിക്കടലിലേക്ക് കെട്ടിത്താണിച്ചുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുമായി പങ്കുചേരുന്നതിന് ഒരു മടിയുമില്ലാതിരുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടെ പ്രസ്ഥാനം. പ്രിയപ്പെട്ട വിജയരാഘവൻ ആദ്യമായി LK അദ്വാനിയെ കേന്ദ്ര വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയാക്കിയതും അടൽ ബിഹാരി വാജ്പേയിയെ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാക്കിയതും ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതിന് അവകാശപ്പെടാൻ കഴിയില്ല, മുസ്ലിം ലീഗിന് അതിന് അവകാശപ്പെടാൻ കഴിയില്ല, ഇന്ത്യയിലെ മറ്റു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. 1977 ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ജനസംഘത്തിന്റെ രണ്ട് ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയെയും അതുപോലെ തന്നെ LK അദ്വാനിയെയും ഇന്ദ്രപ്രസ്ഥത്തിന്റെ പടി കയറ്റിക്കൊണ്ടുപോയി അധികാര സ്ഥാനത്തിലെത്തിയ നിങ്ങൾ ഈ രാജ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയെ കൂട്ടുപിടിക്കുന്നതിന് പിന്നീട് 12 വർഷക്കാലം അവർക്കെതിരായി യുദ്ധം ചെയ്ത് അവരുടെ ആളുകളുടെ തലകള് പാനൂരിന്റെയും അതുപോലെ തന്നെ പരിമളത്തിന്റെയും കേരളത്തിന് നിങ്ങളുള്ളയിടത്തുമെല്ലാം അങ്ങനെ പരസ്പരം ഉരുണ്ട് കളിച്ചുവെങ്കിൽ പോലും 1989 VP സിംഗിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് നിങ്ങളൊപ്പം ഭരിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിന്ന് VP സിംഗിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് ഒരു മടിയും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്കറിയാം മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന് ആണവ കരാറിന്റെ പേരിൽ പിന്തുണ പിൻവലിച്ച് ഈ രാജ്യത്ത് മൻമോഹൻ സിംഗിന്റെ മതേതര ഗവൺമെന്റിനെ UPA ഗവൺമെന്റിനെ താഴെയിറക്കുന്നതിന് വേണ്ടി അവിശ്വാസ പ്രമേയം നിങ്ങൾ കൊണ്ടുവരുമ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോ ആ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ വിജയരാഘവന്റെയും സഖാവ് അച്യുതാനന്ദന്റെയും പാർട്ടിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ അവിടുത്തെ തൃപ്പൂണിത്തൂർ പഞ്ചായത്തിലെ പൊയിലൂർ ഭാഗങ്ങളിലെ ശങ്കർ പൊയിലൂർ ഭാഗങ്ങളിലെ 6 വാർഡുകളിൽ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് നിങ്ങൾ മത്സരിച്ചത് എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും എഴുത്തുകാരോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ ചന്ദ്രിക ദിനപത്രത്തിലെ ഏതെങ്കിലും എഡിറ്റർമാരോ അല്ല പറഞ്ഞത്. സഖാവ് അച്യുതാനന്ദന്റെ നിഴൽ പോലെ നടക്കുകയും ഇന്ന് സഖാവ് അച്യുതാനന്ദന്റെ എല്ലാ കൊള്ളരി സാഹിബുകളും പത്രമാധ്യമങ്ങളോടും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും വിളിച്ചു പറയുന്ന നിങ്ങളുടെ സഖാവ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഷാജഹാനാണത്രേ വ്യക്തമായ ലേഖനം
ജനശക്തി എന്ന് പറയുന്ന വാരികയിൽ എഴുതിയത് കണക്ക് സഹിതം. കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് 2ാം സ്ഥാനം കിട്ടിയത് അവർ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോവുകയും ആ വോട്ടുകൾ മുഴുവനും CPM-ന് ചെയ്തു കൊടുക്കുകയും പാനൂർ പഞ്ചായത്തിലെ ഹോസ്പിറ്റൽ വാർഡ്, വള്ളിയായി വാർഡ് എന്നീ വാർഡുകളിൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി CPM-ന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോ തൃപ്പരങ്ങോട്ടൂർ പഞ്ചായത്തിലെ പൊയിലൂരിലും സെന്റർ പൊയിലൂരിലും അവിടുന്ന് BJPക്ക് അനുകൂലമായ നിലപാട് കൂടെ കൂട്ടാൻ കഴിയൂ എന്ന ധാരണയോടെ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷ വർഗീയതയെ അങ്ങേയറ്റം സ്വീകരിച്ചവരാണ് ഞങ്ങൾ. നമുക്കറിയാം, നേരത്തെ ഇവിടെ പലരും പറഞ്ഞു അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് മഹാനായ പാണക്കാട് തങ്ങളുടെ ഖ്യാതിക്ക് വിഖ്യാതമായത് കൊണ്ടല്ല. അബ്ദുൽ നാസർ മൗദനിയെ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എതിർത്തത് അദ്ദേഹം ഉത്തരയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അബ്ദുൽ നാസർ മൗദനി തൃക്കരിപ്പൂരിലെ പീരിച്ചേരിയിലും വെച്ച് നടത്തിയ 2ഉം സമാനമായ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അന്നാണ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പരസ്യമായി ഈ അബ്ദുൽ നാസർ മൗദനിയെ പിടിച്ചു കെട്ടേണ്ടിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ഇത്തരം വർഗീയവാദികളെ പിടിച്ചു കെട്ടേണ്ടത് ഈ ജനാധിപത്യ കേരളത്തിന്റെ ബാധ്യതയാണ് എന്ന് പറയാൻ ഒരു പൊന്നുമോൻ മാത്രമേ ഈ കേരള രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ളൂ. അത് ഇന്നും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മടിക്കാതെ ഓർമ്മകളിലൂടെ ജീവിക്കുന്ന മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മാത്രമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം അന്ന് ഉപ്പളയിലും പീരിച്ചേരികളും നടത്തിയ പ്രസംഗം LK അദ്വാനി നിങ്ങൾ ഇടയ്ക്കിടെ ഞങ്ങളോട് ഇങ്ങനെ പാകിസ്ഥാനിൽ പോകാൻ പറയുന്നു. ഞങ്ങൾക്ക് പോകാൻ പാകിസ്ഥാനുണ്ട്, ഞങ്ങൾക്ക് പോകാൻ അഫ്ഗാനിസ്ഥാനുണ്ട്, ഞങ്ങൾക്ക് പോകാൻ കസക്കിസ്ഥാനുണ്ട്, ഞങ്ങൾക്ക് പോകാൻ ഉസ്ബെക്കിസ്ഥാനുണ്ട്, ഞങ്ങൾക്ക് പോകാൻ ഷാർജയുണ്ട്, ദുബൈയുണ്ട്, അല്ലൈനുണ്ട്, ഖത്തറുണ്ട്, ഒമാനുണ്ട്, ഞങ്ങൾക്ക് പോകാൻ സൗദി അറേബ്യയും ഇറാഖും ഇറാനും ഉൾപ്പെടെയുള്ള 47 രാജ്യങ്ങൾ ഞങ്ങളുടെ സമുദായത്തെ കൈകെട്ടി സ്വീകരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ നാസർ മൗദനി അല്ല പറഞ്ഞത്, നിങ്ങൾ സ്വീകരിക്കാൻ, നിന്റെ സമുദായത്തെ സ്വീകരിക്കാൻ എവിടെയാണ് ഒരു രാജ്യം എന്ന് ചോദിച്ച ആ അബ്ദുൽ നാസർ മൗദനി എതിർക്കേണ്ടത് ആരുടെ ബാധ്യതയാ? ഈ രാജ്യത്തിലെ മുസ്ലിം ലീഗിന് മാത്രം ബാധ്യതയായിരുന്നില്ല. പക്ഷെ മുസ്ലിം ലീഗ് ആരെതിർക്കുന്നു എന്ന് നോക്കിയില്ല. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പിറ്റേ ദിവസം ഹോട്ടൽ ഐസണിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ അബ്ദുൽ നാസർ മൗദനിയുടെ ഇത്തരം വർഗീയപരമായിട്ടുള്ള നിലപാടുകളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ബാധ്യതയാണ്. ഇത്തരം ആളുകളെ പിടിച്ചു കെട്ടേണ്ടത് ഈ രാജ്യത്തിന്റെ ബാധ്യതയാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോ പത്രപ്രവർത്തകർ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ചോദിച്ചത്, മലപ്പുറം മുനിസിപ്പാലിറ്റി നഷ്ടമായി, തിരൂർ മുനിസിപ്പാലിറ്റി നഷ്ടമായി, മഞ്ചേരി മുനിസിപ്പാലിറ്റി നഷ്ടമായി, താഴെപ്പുറത്തെ മലപ്പുറം ജില്ലയിലെ 100 പഞ്ചായത്തുകളിൽ 35 നിങ്ങൾക്ക് നഷ്ടമായി. എന്നിട്ടും ഈ തീവ്രവാദ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ISS-ഉമായിട്ട് മുന്നോട്ട് പോകുന്ന അബ്ദുൽ നാസർ മൗദനിയെ ഭാരതീയ ജനതാ പാർട്ടി RSS-നെ കൂടെ നിർത്തുന്നത് പോലെ നിർത്തുന്നതല്ലേ നല്ലത് എന്ന് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോ പാണക്കാട് തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തിന് അതാവില്ല, അതുകൊണ്ട് തന്നെ എന്റെ പാർട്ടിക്കും അതാവില്ല. പത്രക്കാർ ചോദിച്ചത്, 2ാമത്തെ ചോദ്യം മാതൃഭൂമിയുടെ ലേഖകൻ ബ്യൂറോ ചീഫ് അദ്ദേഹത്തോട് ചോദിച്ചത്, അല്ലെങ്കിൽ തങ്ങളെ ഇങ്ങനെ ഒരു കടുംപിടുത്തം ആവശ്യമുണ്ടോ? ഇവരുമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്തു പോയാൽ ഈ പരാജയങ്ങൾ നിങ്ങൾക്ക് അതൊന്ന് ആ പരാജയം ഇല്ലാതാക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ മറുപടി, 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റുപോയാലും ശരി, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നല്ല, ഈ കേരളത്തിലെ പഞ്ചായത്ത് വാർഡുകളിൽ ഒരെണ്ണം പോലും ഇദ്ദേഹവുമായി അല്ലെങ്കിൽ തീവ്രവാദവുമായി വർഗീയവാദവുമായി കോംപ്രമൈസ് ചെയ്യാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയാലും എന്റെ പ്രസ്ഥാനത്തിന് അതിൽ അല്പം പോലും പ്രയാസമില്ല എന്ന് പ്രഖ്യാപിച്ച മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ പിന്മലക്കാരെയും പ്രിയപ്പെട്ടവരെ അദ്ദേഹം നേതൃത്വം കൊടുത്ത ഇന്ന് പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളെ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുഖച്ചു നോക്കി അതിന്റെ നായകന്മാരെ കുറിച്ച് എങ്ങനെ പറയാൻ തോന്നി? ഇത്തരം ആളുകൾക്ക് എവിടെയാണ് വർഗീയതയുടെ താണ്ഡവമാടിയിട്ടുള്ളത്? എവിടെയാണ് വർഗീയത പ്രകടമാക്കിയിട്ടുള്ളത്? അച്യുതാനന്ദനെ പോലെ അത് പ്രകടമാക്കിയ ഒരാൾ ഈ കേരള രാഷ്ട്രീയത്തിലുണ്ടോ? കേരളത്തിലെ ഹൈസ്കൂളുകളും കോളേജുകളും കൊടുത്തപ്പോ തിരുവനന്തപുരം ജില്ലയിലെ അല്ലമീൻ ട്രസ്റ്റിന് ഒരു കോളേജ് അധികം കൊടുത്തു പോയപ്പോ പ്രിയപ്പെട്ടവരെ, അന്നത്തെ ഗവർണറായിരുന്ന നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ഈ സംസ്ഥാനത്തേക്ക് ഗവർണറായി വന്ന രാജയ്യക്ക് അച്യുതാനന്ദൻ എഴുതിയ കത്ത് E.T. മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മുസ്ലിമായിട്ടുള്ള മന്ത്രി, മുസ്ലിം ലീഗുകാരനായ മന്ത്രി ഇവിടെ മുസ്ലിം സമുദായത്തിന് സ്കൂളും കോളേജുകളും വാരിക്കോരി കൊടുക്കുകയാണ്. അദ്ദേഹം നടത്തുന്നത് സത്യപ്രതിജ്ഞ ലംഘനമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞ അച്യുതാനന്ദന്റെ പാർട്ടി
പാർട്ടിക്ക് എങ്ങനെ വർഗീയതക്കെതിരായിട്ട് പറയാൻ സാധിക്കും? സഖാവ് അച്യുതാനന്ദനെ പോലെ ആളുകളുടെ പാർട്ടിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? മലപ്പുറത്തെ കുട്ടികൾ അവരുടെ SSLC പാസ്സാകുന്നത്, പരീക്ഷകളിൽ പാസ്സാകുന്നത് കോപ്പി അടിച്ചുകൊണ്ടാണ് എന്ന് ആലിക്കോയ വട്ടത്തിന്റെ നാട്ടുകാരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, ഒരു സമൂഹത്തെ മാത്രമാണ് സഖാവ് അച്യുതാനന്ദൻ അങ്ങനെ കൂച്ചുവിലങ്ങിടാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ജനത പ്രതികരിച്ചത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ശൃംഖലകളിലേക്ക് കടന്നുപോയിക്കൊണ്ടാണ്. നമുക്കറിയാം, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ 2 മക്കളിൽ ഒരാൾ മെഡിസിന് 2ാം റാങ്കും മറ്റൊരാൾ എഞ്ചിനീയറിംഗിന് 12ാം റാങ്കും നേടി. ആ കുട്ടികൾ നാഷണലൈസ്ഡ് ബാങ്കിന്റെ മാനേജറായിരുന്ന തന്റെ കുട്ടികളെ അവിടുന്ന് കൈപിടിച്ചു കൊണ്ടുപോയത് തൃശ്ശൂരിലെ തോമസ് മാസ്റ്ററുടെ വീട്ടിലേക്കല്ല, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി അവരുടെ തല കുനിച്ചു മുറിച്ചുകൊണ്ട് ആ തങ്ങളോട് പറഞ്ഞു, മഹാനായ തങ്ങളെ, എന്റെ കുട്ടികളുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. ആദ്യത്തെ അനുഗ്രഹം വേണ്ടത് ഈ പര്യാപ്തമാക്കിയ ഈ മലപ്പുറം ജില്ലയെ പിന്നോക്ക ജില്ലയെ പര്യാപ്തമാക്കിയിട്ടുള്ള മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലുള്ള ഒരാളുടെ കൈകൾ കൊണ്ടാവണം, നാവ് കൊണ്ടായിരിക്കണം എന്റെ കുട്ടികളെ അനുഗ്രഹിക്കേണ്ടത് എന്ന് പറഞ്ഞു അവിടുന്ന് സമാശ്വാസ വചനങ്ങളോടെ തങ്ങൾ അനുഗ്രഹിച്ചയച്ച കുട്ടികൾ പിന്നീട് കഴിഞ്ഞ മെഡിസിനിലും എഞ്ചിനീയറിംഗിലും അവിടുന്ന് റാങ്കുകൾ വാരി കൂട്ടിയപ്പോൾ പിന്നീട് അച്യുതാനന്ദന്റെ നാക്ക് പൊന്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, എത്ര സമസ്യകൾ അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വേദിയായതുകൊണ്ട്, പറഞ്ഞാൽ തീരാത്ത വേദിയായതുകൊണ്ട് അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഞാൻ വളരെ വനികത്തോടെ പറയുന്നത്, ഈ രാജ്യത്തിന്റെ മതേതരത്വം അത് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിരക്ഷിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. ഒട്ടേറെ നഷ്ടങ്ങൾ ശ്രമിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. മാറാട് കലാപത്തെ നെഞ്ചേറ്റി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഇന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ KPA മജീദ് സാഹിബ് മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ തോറ്റുപോകുമായിരുന്നില്ല. ഞങ്ങൾ വർഗീയ കലാപത്തെയും വർഗീയതയും താലോലിച്ചിരുന്നുവെങ്കിൽ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ തിരൂർ നിയോജക മണ്ഡലത്തിലും മംഗളം നിയോജക മണ്ഡലത്തിലും യഥാക്രമത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും ET മുഹമ്മദ് ബഷീർ സാഹിബും MK മുനീർ സാഹിബും അവിടെ തോറ്റുപോകുമായിരുന്നില്ല. വർഗീയതയും തീവ്രവാദത്തെയും അവിടുന്ന് പരിണയിച്ചാലേ ജയിക്കാൻ കഴിയൂ എന്ന് വരുന്ന ഒരു ഘട്ടമുണ്ടായാൽ ജയിക്കണ്ട എന്ന് തീരുമാനിക്കാനല്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയതയെ താലോലിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാവില്ല എന്ന് കഴിഞ്ഞ കാലത്തിന്റെ ഗതകാലത്തിന്റെ അനുഭവത്തിന്റെ സാക്ഷ്യമായി നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാജ്യത്തിലെ എല്ലാ തീവ്രവാദ സംഘടനകളെയും ഞങ്ങൾ എതിർത്തത്. ഞങ്ങൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും വിദ്വേഷമുള്ളത് കൊണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സംഘടനയ്ക്ക് വിഘാതമായി അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ മുൻകാല അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് വിഘാതമായി അവർക്ക് നിൽക്കാൻ കഴിയും എന്ന സാഹചര്യത്തിലായിരുന്നില്ല. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തിലെ ഒട്ടേറെ സന്ദർഭങ്ങളിൽ എല്ലാ വർഗീയതയും താലോലിച്ച് മുന്നോട്ട് പോയിട്ടുള്ള നിങ്ങളുടെ പൊയ്മുഖം വരും കാലങ്ങളിൽ ഈ കേരള മനസ്സാക്ഷിയുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ പിച്ചു ചിന്തിയാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കളിയും എല്ലാവരോടും കളിക്കുന്നത് പോലെ മഹാനായ പാണക്കാട് കുടുംബത്തോട് കളിക്കരുത് എന്ന് മാത്രം വിജയരാഘവന്മാരോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് സാഹിബ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു. സംഘം ആ ജാഥ അങ്ങട്ട് ഈ ജാഥ അങ്ങട്ട് VS ആണെങ്കിൽ 2 നേരം വന്നു നോക്കി പോവുക. അവനാൻ്റെ ആളുടെ ആശുപത്രിക്ക് കൊടുക്കുമ്പോൾ 2 നേരം